നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനാവാൻ ഒരുങ്ങുകയാണ്. വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങിപ്പോകുകയായിരുന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസം തന്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചതോടെയാണ് ഷിയാസിന്റെ വിവാഹമാണ് സോഷ്യൽ മീഡിയ അടക്കം ചർച്ചയാകുന്നത്. നവംബർ 25-നാണ് വിവാഹം. താരത്തിന്റെ കൂട്ടുകാരി കൂടിയായ ദർഫയാണ് വധു. വധുവിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഷിയാസ് പങ്കുവച്ചത് ഇങ്ങനെയാണ്: തൻ്റെ ഏറ്റവും മോശം സമയത്ത് തനിക്ക് താങ്ങായും തണലായും നിന്ന പെൺകുട്ടിയാണ് ദർഫയെന്നും ഷിയാസ് പറഞ്ഞു. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പിന്നാലെ താൻ 2 പെണ്ണ് കാണാൻ പോയിരുന്നു. ആ കുട്ടികളിൽ ഒരാളാണ് ദർഫയെന്നും ഷിയാസ് പറയുന്നു. അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നൽ എനിക്കുണ്ടായി. അതിനാൽ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല. അതേസമയം തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടർന്നുവെന്നും പറഞ്ഞു. വിഷമഘട്ടത്തിൽ താൻ ദർഫയുമായി എപ്പോഴും സംസാരിച്ചിരുന്നു. അവരും അവരുടെ കാര്യങ്ങൾ താനുമായി പങ്കുവച്ചു. അങ്ങനെയാണ് എന്നാൽ ഒരുമിച്ച് മുന്നോട്ട് പോയാലോ എന്ന് ഞങ്ങൾ പരസ്പരം ചോദിച്ചത്. അവളുടെ ഉമ്മ എനിക്ക് ആ കാലം മുതൽ തന്നെ എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെയാണ്. ഏതൊരു വിഷമഘട്ടത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു. അവർ ആയിരുന്നു എൻ്റെ ആശ്വാസം. ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയ കാലത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു. അവൾ തന്ന കരുതലായിരുന്നു എൻ്റെ ശക്തി. കഴിഞ്ഞ റംസാൻ മാസമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. അവളുടെ വിഷമം എന്നോടും എൻ്റെ വിഷമം അവളോടും പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഇനി ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പിന്നീട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഇരുകൂട്ടർക്കും വലിയ സന്തോഷമായി. ദർഫ അബുദാബിയിലാണ്. എമിറേറ്റ്സ് NBDയിലാണ് ജോലി. അവർ കുടുംബമായി അവിടെയാണ് താമസം. നവംബർ 25-നാണ് വിവാഹം. പെരുമ്പാവൂരുള്ള ഓഡിറ്റോറിയമാണ് വേദി. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. വലിയ കല്യാണമായിരിക്കും. വിവാഹശേഷം ഞങ്ങൾ ഗൾഫിലേക്ക് പോകും. ബിസിനസ്സിൻ്റെ ഭാഗമായി ഞാൻ എപ്പോഴും ഗൾഫിലാണ്. ജിം തുടങ്ങിയത് നന്നായി പോകുന്നു. ഇപ്പോൾ കൂടുതൽ ബിസിനസ് പ്ലാനുകളുണ്ട്. എല്ലാം നന്നായി നടക്കും എന്നാണ് പ്രതീക്ഷ. ദർഫയുടെ ജോലി അബുദാബിയിലേക്ക് ആയതുകൊണ്ട് ഞാനും ഇനി കൂടുതൽ സമയം അവിടെയായിരിക്കും. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവുമാണ് ഇപ്പോൾ തോന്നുന്നത്. ജീവിതത്തിൽ വളരെ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനാവശ്യ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. അന്ന് ഞാൻ തളർന്നുപോയി. ചെയ്യാത്ത തെറ്റിനും കുറ്റക്കാരനെ പോലെ നിൽക്കേണ്ടി വന്നു. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ ഉമ്മയും കുടുംബവുമെല്ലാം ടിവിയും ഫോണുമെല്ലാം നോക്കുമ്പോൾ ഞാൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്തയല്ലേ കാണുന്നത്. അതാണ് എനിക്ക് കൂടുതൽ സങ്കടമായത്. ആ പരാതി പറഞ്ഞ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു. അവരുടെ മകനെ ആങ്ങളയാണെന്ന് കള്ളം പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ബന്ധം വഷളായത്. മുൻപ് കാമുകിയായിരുന്ന ആൾ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ കൊടുക്കാൻ നോക്കിയതാണെന്ന് എന്നോട് അടുപ്പമുള്ളവർക്കൊക്കെ മനസ്സിലായി. അവർ എന്നെ പേടിപ്പിച്ച് പണം തട്ടാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോഴാണ് കേസ് കൊടുത്തത്. ഇപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞതിൽ സന്തോഷമുണ്ട്. അന്ന് ചില മാധ്യമങ്ങൾ സത്യം അറിയാതെ എന്നെ വേട്ടയാടി. ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തെളിഞ്ഞു കത്തുന്ന വഴിവിളക്കുകളുള്ള പാതയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം കെട്ടുപോയതുപോലെ അവസ്ഥയായിരുന്നു. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരുപാട് പേർ വിളിക്കുന്നു. ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു ഷിയാസ് കരീമായിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ യാത്രയിൽ ആത്മവിശ്വാസമുണ്ട്. വിവാഹക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെയും പേടിച്ചിട്ടല്ല. സാധാരണ ആളുകളൊക്കെ കല്യാണത്തിന് ഒരാഴ്ച മുൻപല്ലേ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളൊക്കെ പുറത്തുവിടുക. അത്രേ ഞാനും ചെയ്തുള്ളൂ. പിന്നെ എനിക്കും ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട്. അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹത്തിനോട് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാം എന്നത്.